പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് വിതരണ ചടങ്ങ് കോഴിക്കോട് പുരോഗമിക്കുകയാണ്. അവാർഡിന്റെ ഭാഗമായി നൽകുന്ന പ്രശസ്തി പത്രം സമർപ്പിക്കുന്നതിനായി ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ MP-യെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രശസ്തി പത്രം കൈമാറുന്നത് സീന സജീവ്. അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിക്കാൻ ശ്രീ M.K. രാഘവൻ MP-യെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പൊന്നാട കൈമാറുന്നത് റജീന ബ്രിജ്മോഹൻ. അനുസ്മരണ സമിതിയുടെ സ്നേഹോപഹാരം പൂച്ചെണ്ടുകൾ നൽകുന്നതിനായി ശ്രീ ജോൺ ബ്രിട്ടാസ് MP-യെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പൂച്ചെണ്ടുകൾ കൈമാറുന്നത് ഡോക്ടർ ദീഷ്മ രാജേഷ്. നമ്മെ വിട്ടുപിരിഞ്ഞ P.V. ഗംഗാധരന്റെ മക്കൾ ശ്രീമതി ഷെഗ്ന, ശ്രീമതി ഷെർഗ എന്നിവർ ചേർന്ന് ശ്രീമാധവനെ ഹാരാർപ്പണം നടത്തുകയാണ്. താങ്ക് യു ഓൾ. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി സോഷ്യോ കൾച്ചറൽ അവാർഡിന് ഡിസ്നി ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഉപദേശകനും ദൃശ്യമാധ്യമ രംഗത്തെ ഉന്നത ശിക്ഷണമായ K. മാധവനാണ് അർഹനായിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് പുരസ്കാരം സമർപ്പിച്ചത്. മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കാനൊരുങ്ങുകയാണ്. ബഹുമാന്യരെ, സഹോദരീ സഹോദരന്മാരെ, പി വി സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, വ്യാവസായിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ പി വി സ്വാമിയുടെ 35ാമത് അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊന്ന്, പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് വിതരണം. ഈ രണ്ട് പരിപാടിയും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടവയാണെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. ഇവിടെ നേരത്തെ പറഞ്ഞു, 35 വർഷങ്ങൾക്ക് മുൻപാണ് പി വി സ്വാമി എന്ന വലിയ മനുഷ്യൻ നമ്മെ വിട്ടുപോയത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിലെ തിളക്കം ഇന്നും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് എത്രമാത്രം വെളിച്ചം പകരാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു തന്ന വ്യക്തിത്വമായിരുന്നു പി വി സ്വാമിയുടേത്. കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്ന് വ്യവസായത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് നടന്നു കയറിയ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പുതുതലമുറക്ക് പാഠപുസ്തകമാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ബഹുമാന്യ ഇ.ടി. മുഹമ്മദ് ബഷീറാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഉജ്ജ്വലമായ അധ്യായമായിരുന്നു ആ ജീവിതം. പി വി സ്വാമിയുടെ
ദീർഘവീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു KTC ഗ്രൂപ്പ്. വെറുമൊരു ഗതാഗത സ്ഥാപനം എന്നതിലുപരി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ആ സ്ഥാപനത്തിന് കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ ചരക്ക് ഗതാഗത മേഖലയിൽ ചിട്ടയോടെയും സത്യസന്ധതയോടെയുമുള്ള പ്രവർത്തനത്തിലൂടെ KTC PV സ്വാമി പുരസ്കാരം മുഖ്യമന്ത്രി കെ മാധവന് സമർപ്പിച്ചു.